സത്യം പറഞ്ഞോ, ഈ പനീർ കറി കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് കൊതിയാവണില്ലേ? ഇല്ലേ? എന്തായാലും പനീർ ഇഷ്ടമല്ല എല്ലാവർക്കും ഇത് കാണുമ്പോൾ തന്നെ വായിൽ കപ്പലോടും. ഈ പനീർ ദോ പ്യാസ എന്ന് നമ്മൾ റെസ്റ്റോറൻറ്റിലും ഹോട്ടലിലൊക്കെ ചെല്ലുമ്പോൾ കേട്ടിട്ടുണ്ടാവുമല്ലോ. അപ്പോൾ ഇതിൻ്റെ പേരെന്താ ഇങ്ങനെയെന്ന് ഞാൻ വഴിയേ പറഞ്ഞുതരാം കേട്ടോ. അപ്പോൾ ഈ ഹോട്ടലിലൊക്കെ കിട്ടുന്ന അതേ ടേസ്റ്റിൽ നമുക്ക് വീട്ടിൽ തന്നെ ഇത് ഉണ്ടാക്കിയെടുക്കാം. അപ്പോൾ എല്ലാവർക്കും വെൽക്കം ടു പപ്പ പ്ലാറ്റേഴ്സ് മലയാളം. അപ്പോൾ പനീർ ദോ പ്യാസ എന്ന് പറഞ്ഞാൽ 2 തരത്തിലുള്ള സവാള. അപ്പോൾ നമ്മൾ ഈ കറിയിൽ നമ്മൾ സവാള 2 തരത്തിൽ അരിഞ്ഞിട്ട് 2 സമയത്താണ് ചേർക്കാൻ പോണത്. അപ്പോൾ അതിന് വേണ്ടി ഞാൻ 2 തരത്തിൽ ഇവിടെ സവാള അരിഞ്ഞെടുത്തിട്ടുണ്ട്. ഒരെണ്ണം ഇങ്ങനെ ചെറുതായിട്ട് അരിഞ്ഞെടുത്തിട്ടുണ്ട്, നമ്മൾ ഗ്രേവിയിലൊക്കെ യൂസ് ചെയ്യില്ല അതുപോലെ. വേറെ നമ്മൾ ഈ ചില്ലി ചിക്കനൊക്കെ ഉപയോഗിക്കുന്ന പോലത്തെ ഈ ക്യൂബ്സ് ആയിട്ട് നമ്മൾ ബൾബ്സ് എന്ന് പറയും, അതുപോലെ നമ്മളിങ്ങനെ അല്ലിയായിട്ട് ഇങ്ങനെ അരിഞ്ഞെടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഈ ക്യൂബ്സ് പോലെ കട്ട് ചെയ്തെടുത്തേനെ നമുക്കിങ്ങനെ ലെയറായിട്ട് ഇങ്ങനെ അടർത്തിയെടുക്കാം. അപ്പോൾ ഈ കറി ഉണ്ടാക്കാൻ ഞാൻ വലിയ 2 സവാളേനെ എടുത്തിരിക്കുന്നത് കേട്ടോ. നിങ്ങളുടെ കയ്യിൽ വലുതില്ലെങ്കിൽ 4 ചെറിയ സവാള എടുത്താലും മതി. അതിന് ഒരു വലിയ സവാള ചെറുതായിട്ട് അരിഞ്ഞെടുത്തു, ഒരു വലിയ സവാള ക്യൂബ്സായിട്ട് അരിഞ്ഞെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് വേണ്ടത് ഒരു 1/4 കപ്പ് കാഷ്യൂനട്ട്സും 2 വലിയ തക്കാളിയും. ഈ കാഷ്യൂനട്ട്സ് നമുക്ക് കുറച്ച് നേരം വെള്ളത്തിലൊന്ന് കുതിർത്ത് വെക്കാം. ഈ കാഷ്യൂനട്ട്സ് വെള്ളത്തിൽ കിടന്ന് നന്നായി കുതിർന്നതിന് ശേഷം നമുക്ക് 1 ടേബിൾ സ്പൂൺ വെള്ളം ചേർത്ത് നന്നായി അരച്ചെടുക്കാം. അതുപോലെ തന്നെ തക്കാളിയും നമുക്ക് അരച്ചെടുക്കാം. ഇനി നമ്മുടെ മെയിൻ ഐറ്റമായ പനീറിനെ നമുക്ക് മാരിനേറ്റ് ചെയ്തെടുക്കാം. അപ്പോൾ ഞാനിവിടെ ഒരു 250 ഗ്രാം പനീറാണ് എടുത്തിരിക്കുന്നത്. ഇനി ഇതിലേക്ക് നമുക്കൊരു 1 ടീസ്പൂൺ മുളക് പൊടി ചേർത്ത് കൊടുക്കാം. കളർ കിട്ടാൻ വേണ്ടി കാശ്മീരി മുളക് പൊടിയാണ് കേട്ടോ ചേർക്കുന്നത്. പിന്നെ ആവശ്യത്തിന് ഉപ്പ് ഇട്ട് കൊടുക്കാം. അതിൻ്റെ കൂടെ തന്നെ 1 ടീസ്പൂൺ കുരുമുളക് പൊടിയും പിന്നെ കുറച്ച് മഞ്ഞൾപ്പൊടി ഒഴിവാക്കാവുന്നുള്ളൂ കേട്ടോ. ഇനി ഒരു 2 ടേബിൾ സ്പൂൺ എണ്ണ ചൂടാക്കിയിട്ട് നമ്മൾ ക്യൂബ്സായിട്ട് അരിഞ്ഞ് വെച്ച സവാള അതിൽ ചേർത്ത് കൊടുക്കാം. ഈ സവാള നമുക്ക് കൂടുതൽ നേരം ഇട്ട് വഴറ്റേണ്ട ആവശ്യമില്ല കേട്ടോ. ഒന്ന് ട്രാൻസ്പെറൻ്റ് ആയാൽ നമുക്ക് ഇതിനെടുത്ത് എണ്ണയിൽ നിന്ന് മാറ്റാം. എന്നാൽ വെച്ചാൽ ഇത് നമ്മൾ കറിയിൽ ലാസ്റ്റ് ആഡ് ചെയ്യാനുള്ള സംഭവമാണ്. ഞാൻ സെയിം എണ്ണയിൽ നമുക്ക് നമ്മുടെ മാരിനേറ്റ് ചെയ്ത് വെച്ച പനീർ ചേർത്ത് കൊടുക്കാം. ഇപ്പോൾ നിങ്ങൾക്ക് ഈ പനീർ സോഫ്റ്റായിട്ട് ഇരിക്കുന്നതാണ് ഇഷ്ടമെങ്കിൽ മീഡിയം ഫ്ലെയിമിലിട്ട് തിരിച്ചു മറിച്ചു ആകെ 2 മിനിറ്റ് ഒന്ന് വഴറ്റിയെടുത്താൽ മതി. ഒന്ന് ലൈറ്റായിട്ട് കളർ ചേഞ്ച് ആവണ വരെ. കൂടുതൽ നേരം ഇട്ട് വഴറ്റിയാൽ നമ്മുടെ പനീർ റബ്ബർ പോലെ ആയിപ്പോവും കേട്ടോ. അപ്പോൾ ആ പരിപാടിയും കഴിഞ്ഞു. ഇനി നമുക്ക് നമ്മളെ ഗ്രേവി റെഡിയാക്കി എടുക്കാം. ഞാൻ സെയിം എണ്ണയിൽ നമുക്ക് 1/2 ടീസ്പൂൺ ജീരകം ചേർത്ത് കൊടുക്കാം. ഈ എണ്ണ എന്ന് പറയുന്നത് ഞാനിവിടെ സൺഫ്ലവർ ഓയിലാണ് കേട്ടോ യൂസ് ചെയ്തിരിക്കുന്നത്. ഇതൊരു നോർത്ത് ഇന്ത്യൻ ഡിഷ് ആയതുകൊണ്ടേ നമ്മളുടെ വെളിച്ചെണ്ണയുടെ ടേസ്റ്റ് ഇതിലേക്ക് ശരിയാവില്ല. ഈ ജീരകം പൊട്ടി കഴിയുമ്പോൾ നമ്മൾ ചെറുതായി അരിഞ്ഞു വെച്ച് സവാള ചേർത്ത് കൊടുക്കാം. ഇനി ഈ സവാള നമുക്കൊന്ന് ലൈറ്റായിട്ട് ബ്രൗൺ കളർ ആവണ വരെ ഒന്ന് വരട്ടിയെടുക്കാം. പെട്ടെന്ന് ആയി കിട്ടാൻ വേണ്ടി കുറച്ച് ഉപ്പും കൂടി ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് 1 ടീസ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി ചതച്ചത് ചേർത്ത് കൊടുക്കാം. ഇനി നമ്മളെ സവാളയും ഇഞ്ചി വെളുത്തുള്ളി ചതച്ചൊക്കെ നന്നായി യോജിച്ച് നല്ല ലൈറ്റ് ബ്രൗൺ കളറായി വരുമ്പോൾ നമ്മളുടെ അരച്ചു വെച്ച തക്കാളി ചേർത്ത് കൊടുക്കാം. അതിൻ്റെ കൂടെ തന്നെ നമ്മൾ അരച്ചു വെച്ച കാഷ്യൂനട്ട്സ് ഉണ്ടായിരുന്നില്ലേ, നമ്മളെ കാഷ്യൂ പേസ്റ്റ്, അതും കൂടി ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. ഇനി നമ്മളെ തക്കാളി ഒന്ന് പെട്ടെന്ന് വേവാൻ വേണ്ടി നമുക്ക് കുറച്ച് ഉപ്പ് ചേർത്തിട്ട് ഇതിന് അടച്ചു വെച്ച് വേവിച്ചെടുക്കാം. ഇടയ്ക്കിടയ്ക്ക് ഇതൊന്ന് ഇളക്കി കൊടുക്കണം കേട്ടോ, അല്ലെങ്കിൽ നമ്മളെ ഗ്രേവി അടി പിടിക്കും. ഇനി ഇതിലേക്ക് ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും ഒരു 1.5 തൊട്ട് 2 ടീസ്പൂൺ വരെ മല്ലിപ്പൊടിയും ചേർത്ത് കൊടുക്കാം. അതിൻ്റെ കൂടെ തന്നെ ഒരു 1.5 ടീസ്പൂൺ നമുക്ക് കാശ്മീരി മുളക് പൊടി ചേർത്ത് കൊടുക്കാം. ഇതെല്ലാം മിക്സ് ആക്കിയതിന് ശേഷം നമുക്കിതിലേക്ക് അരിഞ്ഞു വെച്ച 2 പച്ചമുളക് ചേർത്ത് കൊടുക്കാം. ഈ പച്ചമുളകും മുളക് പൊടിയൊക്കെ നിങ്ങളുടെ എരിവിനനുസരിച്ച് ചേർത്തോളൂ കേട്ടോ. ഇതിലേക്ക് നമുക്കൊരു 1/2 കപ്പ് ചൂടുവെള്ളം ചേർത്ത് കൊടുക്കാം. ഈ ഗ്രേവി കറികൾക്കൊക്കെ ചൂടുവെള്ളം ചേർക്കണമാണ് കൂടുതൽ നല്ലത്. ഇനി ഇതിലേക്ക് നമ്മളൊരു സീക്രട്ട് ഇൻഗ്രീഡിയൻ്റായ പഞ്ചസാര ചേർത്ത് കൊടുക്കാം. 1-2 ടീസ്പൂൺ പഞ്ചസാര. നമ്മളെ കറിക്ക് തക്കാളിയൊക്കെ ചേർത്തപ്പോൾ കുറച്ച് പുളിയായിട്ടുണ്ടാവും. അപ്പോൾ അതൊന്ന് ബാലൻസായി കിട്ടാൻ വേണ്ടിയിട്ടാണ് ഈ പഞ്ചസാര ചേർക്കണത്. ഈ പഞ്ചസാര ചേർക്കുമ്പോൾ നമ്മളെ കറിക്ക് കൂടുതലായിട്ട് മധുരം ഒന്നും ആയി പോവില്ല കേട്ടോ, നല്ല പെർഫെക്റ്റ് സൂപ്പർ ടേസ്റ്റ് ആയിരിക്കും. ഇനി ഇതിലേക്ക് 1 ടീസ്പൂൺ ഗരം മസാല പൊടിയും കൂടി ചേർത്ത് കൊടുക്കാം. അത് കഴിഞ്ഞിട്ട് നമ്മൾ നോർത്ത് ഇന്ത്യൻ ഡിഷിൽ മെയിനായിട്ട് ചേർക്കുന്ന 2 സംഭവമാണ് ഈ കസൂരി മേത്തിയും മല്ലിയിലയും. അപ്പോൾ ഈ കസൂരി മേത്തി നമുക്ക് കയ്യിൽ എണ്ണ ഇട്ട് ഇങ്ങനെ പൊടിച്ചിട്ട് ഇട്ട് കൊടുക്കാം. ഈ കസൂരി മേത്തി എല്ലാ കടയിലും കിട്ടും കേട്ടോ, നമ്മൾ ഉലുവയുടെ ഇലയിൽ ഉണക്കി പൊടിച്ചത്. അതിൻ്റെ കൂടെ തന്നെ കുറച്ച് മല്ലിയിലയും കൂടി ഇട്ട് കൊടുക്കാം. അതിൻ്റെ പിന്നാലെ തന്നെ നമ്മളെ ഫ്രൈ ചെയ്ത് വെച്ച പനീരും കൂടി ചേർത്ത് കൊടുക്കാം. ഇനി ഇതെല്ലാം കൂടി ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം ഒരു 5 മിനിറ്റ് നമുക്ക് ഇതിനൊന്ന് തിളപ്പിച്ചെടുക്കാം. അതിനുശേഷം നമ്മൾ നേരത്തെ ലൈറ്റായിട്ട് ഫ്രൈ ചെയ്തിട്ട് ട്രാൻസ്ലൂസൻ്റ് ആക്കിയ സവാള ഉണ്ടല്ലോ, അത് നമുക്കിതിലേക്ക് ഇട്ട് കൊടുക്കാം. ഇതും കൂടി ചേർത്തതിന് ശേഷം നമുക്കൊരു 2 മിനിറ്റ് ഇതിനെ തിളപ്പിച്ചെടുത്താൽ മതി. അപ്പോൾ ഇത് നോക്കിയാൽ ഇതാണ് കേട്ടോ നമ്മുടെ ഗ്രേവിയുടെ കൺസിസ്റ്റൻസി. നിങ്ങൾക്ക് കുറച്ചും കൂടി ഗ്രേവി വേണമെങ്കിൽ കുറച്ചും കൂടി ചൂടുവെള്ളം ഒഴിച്ചു കൊടുത്താൽ മതി. പക്ഷേ ഈ ഒരു കൺസിസ്റ്റൻസിയും ടെക്സ്ചറും ആണ് കേട്ടോ നമ്മളുടെ ചപ്പാത്തിക്കും പൂരിക്കും നാനിനൊക്കെ പെർഫെക്റ്റ്. നമ്മൾ പ്ലേറ്റിൽ സെർവ് ചെയ്യുമ്പോണ്ടല്ലോ ഇതിങ്ങനെ വെള്ളം പോലെ സൈഡിൽ കൂടെ ഒഴുകാൻ പാടില്ല. ഗ്രേവി നമ്മളുടെ കട്ടിയായിരിക്കണം. അപ്പോൾ ഇന്ന് നിങ്ങളൊരു ഉഗ്രൻ നോർത്ത് ഇന്ത്യൻ റെസിപ്പി പഠിച്ചില്ലേ? അപ്പോൾ ഈ വീഡിയോയ്ക്ക് ഒരു ലൈക്ക് കൊടുക്കണ്ടേ? അപ്പോൾ എന്തായാലും ഈ താഴെ കണ്ട ലൈക്ക് ബട്ടൺ ഒന്ന് ക്ലിക്ക് ചെയ്യണം കേട്ടോ. അപ്പോൾ ഇതുപോലത്തെ നല്ല നല്ല ടേസ്റ്റി ആയിട്ടുള്ള റെസിപ്പീസിനായി പ്ലീസ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അതിൻ്റെ അടുത്തുള്ള ബെൽ നോട്ടിഫിക്കേഷൻ കൂടി ഓൾ ആക്കി വെക്കുക. ബെൽ എന്തായാലും ക്ലിക്ക് ചെയ്യണം കേട്ടോ. അപ്പോൾ പനീർ ദോ പ്യാസ ഉണ്ടാക്കി നോക്കിയിട്ട് അഭിപ്രായങ്ങൾ അറിയിക്കുക. ടാറ്റാ, ബൈ.